ഹായ്, വെൽക്കം ടു കളപ്പുര കിച്ചൻ. ഇന്ന് നമ്മൾ ഒരു പുതിയ സംഭവത്തിലേക്ക് പോവുകയാണ്. ഒരു കാഴ്ചകളിലേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. അതോടൊപ്പം എൻ്റെ ഒരു വെറൈറ്റി റെസിപ്പിയും കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, നമ്മളെ കാത്തിരിക്കുന്ന കുറച്ച് ആളുകളുണ്ട് അവിടെ. അതിന് മാത്രമല്ല, നമുക്കൊന്ന് ആടി തിമിർക്കാനുള്ള വകുപ്പും കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും വരിക, നമുക്ക് അങ്ങോട്ടേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. പോയാലോ? ഞാനും ഈ കുളത്തിലോട്ട് ഇറങ്ങുകയാണ്. ഇതിനകത്ത് നിറയെ ചെമ്പല്ലിയാണ്. ഒരു കുളം നിറയെ ചെമ്പല്ലി മാത്രമേ ഇതിനകത്തുള്ളൂ. ഇതാണിപ്പോൾ വറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം കുറച്ച് വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഈ സാധനം കൈകൊണ്ടൊക്കെ പിടിക്കുമ്പോൾ കൈയൊക്കെ മുറിയാൻ ചാൻസ് ഉണ്ട്. എന്ത് വന്നാലും ശരി, ഞാനും ഇതിനകത്തൊന്ന് വരകാൻ തന്നെ തയ്യാറായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അമ്പലക്കര സ്വയം എന്നുള്ള ഗ്രൂപ്പിന്റെ കൃഷിയാണ്. ഇപ്പം ഞങ്ങൾ ഒരാഴ്ച നമ്മൾ ഏൽപ്പിച്ചുകൊണ്ടാണ് ഈ കൃഷി ഇവിടെ നടത്തിക്കൊണ്ട് പോരുന്നത്. ഒരാഴ്ചയും അവരുടെ വീടുകളിലെ വേസ്റ്റും അതുപോലെ തന്നെ മീൻ തീറ്റയും നൽകിക്കൊണ്ടാണ് ഇത് കൃഷി ചെയ്ത് പോരുന്നത്. ഇപ്പോൾ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഉത്സവമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. എല്ലാവരും ഈ ഒരു ഹർത്താൽ ദിവസം വലിയൊരു പ്രോഗ്രാമായിട്ടാണ് ഈ ഒരു സംഭവം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ വിൽപ്പന എന്ന് വെച്ചാൽ വെറും പ്രത്യേകിച്ചും ഫേസ്ബുക്ക് അങ്ങനെയുള്ള നവമാധ്യമങ്ങൾ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും ഇവിടെ വെച്ച് തന്നെ മത്സ്യം വാങ്ങുന്ന ഒരു രീതിയിലാണ് ഇവിടെ കാര്യങ്ങളൊക്കെ എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു 30,000 രൂപയ്ക്ക് മേലെ മീൻ ഇവിടെ തന്നെ ഏകദേശം വിറ്റ് കഴിഞ്ഞു. ഈ വീഡിയോക്ക് മറ്റൊരു പ്രത്യേകതയോട് ഉണ്ട്. വെറൈറ്റി ഫാർം എന്നുള്ള യൂട്യൂബ് ചാനലും കളപ്പുരക്കൽ കിച്ചൺ എന്നുള്ള യൂട്യൂബ് ചാനലും കൂടെ ഒരുമിച്ചുള്ള ഒരു പ്രോഗ്രാമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കൂടുതൽ വീഡിയോയിലേക്ക് കടക്കാം.
ഇതാ ഇവിടെ ഒരു ടർപ്പോളിൻ കുളം പോലെ നിർമ്മിച്ചിട്ടുണ്ട്. അതിനകത്ത് മുഴുവൻ വരാലാണ് കിടക്കുന്നത്. അത് ഒരു കുളത്തിൽ നിന്ന് പിടിച്ച വരാലാണ് ഈ കിടക്കുന്നത് മുഴുവൻ. അപ്പോൾ നമ്മൾ ഇന്ന് കറി വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് വരാലാണ്. വരാൽ കറിയാണെന്ന് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളിന്ന് കംപ്ലീറ്റ് ഇതിനകത്ത് വേരേക്ക് പിടിച്ച് വന്ന് നിൽക്കുവാണ്. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ പാചകമാണ്. വെറൈറ്റി ഫാർമേഴ്സ് എന്ന യൂട്യൂബ് ചാനലും കൂടെ സംയുക്തമായിട്ടാണ് ഇന്നത്തെ ഒരു എപ്പിസോഡ് വരുന്നത്. എല്ലാവരും ഞങ്ങളുടെ 2 പേരുടെയും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് കമൻറ്റ് ബോക്സിൽ എന്തായാലും വരണം. അപ്പോൾ ഇന്നത്തെ പാചകത്തിലോട്ട് കിടക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ ഫിഷൊക്കെ നല്ല ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിനുള്ള കറിക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ ഒന്ന് നമുക്ക് അടുപ്പിച്ച് വയ്ക്കാം. അപ്പോൾ തേങ്ങാപ്പാൽ നമ്മളൊന്ന് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ചരുവത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം നെക്കി പിഴിഞ്ഞങ്ങ് പാൽ എടുക്കുക. അപ്പോൾ തലപ്പാൽ അങ്ങനെ ഒന്നും മാറ്റണ്ട, ഒന്നിച്ച് തന്നെ അങ്ങ് പിഴിഞ്ഞെടുത്താൽ മതി. അപ്പോൾ 2 തേങ്ങയുടെ പാൽ നമുക്ക് ആവശ്യമുണ്ട്, അതങ്ങ് പിഴിഞ്ഞെടുക്കുക. പിന്നെ നമ്മൾക്ക് വേണ്ടത് നമ്മൾ ഈ പാത്രത്തിലോട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫിഷിലേക്ക് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1 പാക്കറ്റ് മുളക് പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി 1 പാക്കറ്റാണ് ഇടുന്നത്. പിന്നെ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് നമ്മൾ നന്നായിട്ട് കുറച്ച് വെള്ളം തളിച്ച് വേണം നമ്മളിതൊന്ന് നന്നായിട്ട് പെരട്ടിയെടുക്കാൻ. ഇങ്ങനെ പുരട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 15 മിനിറ്റ് ഒന്ന് അങ്ങനെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കണം.
ഇങ്ങനെ നിരത്തുന്ന ഫിഷ് ഒരു വശം മൊരിഞ്ഞ് കഴിയുമ്പോൾ മറുവശം മറിച്ച് വെച്ച് കൊടുക്കുക. ആ വശവും നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോഴാണ് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഇതെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്യാം. തേങ്ങാപ്പാൽ 2 തേങ്ങയുടെ പാൽ നമ്മൾ ഒഴിക്കുന്നത് വരാലായതുകൊണ്ട് കുറച്ച് വേവ് കൂടുതലുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും. പാലിൽ തന്നെ അങ്ങനെ ഇരുന്ന് തിളച്ച് കുഴി വരട്ടെ. അതേ കറി നന്നായിട്ട് തിളച്ച് പൊന്തി വന്നിട്ടുണ്ട്. നമുക്കൊരു വാഴയില കൊണ്ട് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ഇന്നത്തെ കറിയൊക്കെ റെഡിയാണ്. നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത് റെഡി ആയിട്ടുണ്ട്. വരാലാണ് നമ്മളിന്ന് പൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയൊക്കെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ ഇഷ്ടപ്പെടുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ കറി ഒന്ന് രുചിച്ച് നോക്കണ്ടേ? എൻ്റെ സുഹൃത്തുക്കളോടൊപ്പമാണ് നമ്മളിന്ന് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും കാണാം.